ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പൗലോസ് ലീഹ തടവറയിലാണ്. റോമൻ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ റോമൻ പടയാളികളുടെ ശക്തമായ കാവലിൽ കൽത്തുറങ്കിലാണ്. ആ കൽത്തുറങ്കിൽ കിടന്നുകൊണ്ട് പൗലോസ് ലീഹ എഫീസ്യ സഭയ്ക്ക് എഴുതുന്ന ഒരു കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വം ആകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പൗലോസ് ലീഹ പറയുകയാണ്. സത്യത്തിൽ പൗലോസ് ലീഹ ഇത് എല്ലാ സഭകൾക്കും ഒരു സർക്കുലറായിട്ട് എഴുതുന്ന കത്താണ്. ആ കത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിക്കുന്നത്. അതുകൊണ്ട് ഈ കത്തിന് ഇന്നും പ്രസക്തമുണ്ട്. പൗലോസ് ലീഹ ഈ കത്ത് വഴി നമ്മളോടും പറയുകയാണ്, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. എവിടെയെങ്കിലും 2 കന്യാസ്ത്രീകൾ, അത് ഛത്തീസ്ഗഡിലായിക്കോട്ടെ അല്ലെങ്കിൽ മധ്യപ്രദേശിലായിട്ടോ ആയിക്കോട്ടെ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളായിക്കോട്ടെ, അവർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ കൽത്തുറങ്ങളിൽ അടയ്ക്കുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറയുകയാണ്. യേശുവിനെ പ്രതി യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ യേശുവിനെ സാക്ഷിച്ചതുകൊണ്ട് മാത്രം ഈ കന്യാസ്ത്രീകളെ തടവറയിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ചെയ്യാത്ത കുറ്റങ്ങൾ, മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട്, രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചുകൊണ്ട്, മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് അവരെ കൽത്തുറങ്കിലാക്കുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, അപ്പോഴും നിങ്ങൾ ക്രിസ്തുവിനെ സാക്ഷിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് നിങ്ങളുടെ മഹത്വത്തിനാണ്, ദൈവനാമ മഹത്വത്തിനായിട്ടാണെന്ന് പൗലോസ് ലീഹ പറയുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇന്നയോളം നടക്കുന്ന ഒരു രീതിയാണ്, മേധാവിത്വത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒരു ശൈലിയാണ് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരെ അടിച്ചമർത്തുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നത് അന്ന് മുതൽ ഇന്നയോളം നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ മതത്തിനും ഈ ഭരണകൂടത്തിനും അവർക്ക് കുറേ ഇരകളായിട്ട് വേണം, അവർക്ക് കുറേ ചൂഷണം ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ വേണം. അത് ന്യൂനപക്ഷങ്ങളാകാം, അല്ലെങ്കിൽ ആദിവാസികളാകാം, ദളിതരാകാം, അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കുറേ ആൾക്കാരെ അവർക്ക് വേണം. അതാണ് അവരുടെ നിലനിൽപ്പിന്, അതാണ് അവരുടെ വോട്ട് ബാങ്ക്. അവർ പ്രബുദ്ധരായാൽ, അവരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നാൽ, ആ പൗരബോധം അവർക്കുണ്ടായാൽ, അല്ലെങ്കിൽ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പിന് പ്രശ്നമാണ്. കാരണം ആ നാളെ അവർ അവകാശം ചോദിച്ചാലോ എന്നൊരു ഭയം ഇവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്കാലത്തും അവരുടെ ഈ ഭരണകൂടത്തിൻ്റെയും മതത്തിൻ്റെയും ആജ്ഞാനുവർത്തികളായി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരുടെ ഈ മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിൻബലത്തോടെ ഒരു കൂട്ടം ആൾക്കാർ ചട്ടുകമായി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരാണ് നമ്മൾ കണ്ടത് ഛത്തീസ്ഗഡിൽ ആ 2 കന്യാസ്ത്രീകളെ, അബലകളായ സ്ത്രീകളെ അവർക്ക് നേരെ മുട്ട് ചുരുട്ടിക്കൊണ്ട് പോകുന്നു, അവരുടെ നേരെ ആക്രോശിക്കുന്നു, അടിക്കാൻ ചെല്ലുന്നു, അവരെ പള്ളു പറയുന്നു. ഒരു യുവതി അടക്കം, അവരും ഒരു യുവതിയാണെന്ന് മറക്കുന്നു, അവരും സ്ത്രീയാണെന്ന് മറന്നുകൊണ്ടാണ് 2 സ്ത്രീകൾക്കെതിരെ അബലരായ അവരുടെ ബലഹീനതയൊക്കെ അവരെ മറന്നുകൊണ്ട് അവരെ ഇടിക്കാൻ ചെല്ലുന്നു, അവരെ അടിക്കാൻ ചെല്ലുന്നു, ആക്രോശിക്കുന്നു. അപ്പം ആ നിയമം കയ്യിലെടുക്കുമ്പോൾ ആ ജുഡീഷ്യറിയും ഈ പോലീസും ഒക്കെ നിൽക്കെ തന്നെ അവർ നിയമം കയ്യിലെടുക്കുമ്പോൾ ആരും അവരോടൊന്ന് ചോദിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമം എടുക്കുന്നത്, ആരാണ് ഈ അധികാരം തന്നതെന്ന് ആരും ചോദിക്കുന്നില്ല. ആരാണ് അവർക്ക് നിയമം കൊടുത്തത്? കാരണം അവർക്ക് ധൈര്യമുണ്ട്, അവരുടെ പുറകിൽ ഒരു വൻ ശക്തിയുണ്ട്. അത് മതമേധാവിത്വമായിക്കോട്ടെ, ഭരണകൂടമായിക്കോട്ടെ, അവരുടെ ഒത്താശയോടെ ചെയ്യുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ സംരക്ഷിക്കാൻ പിന്നിൽ ആളുണ്ടോ എന്നൊരു ബോധം അവരെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായി അവർ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത്, ഇല്ലാത്ത കുറ്റം ചുമത്തി അവരെ മനുഷ്യക്കടത്തിയതെന്ന് പറയുന്നതൊക്കെ ചെയ്യുന്നു. കാരണം ഇങ്ങനെയുള്ള കന്യാസ്ത്രീകളെയും ഇങ്ങനെയുള്ള സ്റ്റാൻസ്വാമിമാരെയും ഒക്കെ ഇവർ ആൾക്കൂട്ട വിചാരണ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഇവർ ആദിവാസികളുടെ ഇടയിലേക്ക് ചെന്നിട്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ചെന്നിട്ട്, ദളിതരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരെ വിദ്യാഭ്യാസവും കൊടുത്തിട്ട് അവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ, അവരെ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായും ഒക്കെ ഈ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഈ മതത്തിനും ഭരണകൂടത്തിനും സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം അവരെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളെ ഇവരുടെ അവകാശം ചോദിക്കും, അവരുടെ വോട്ട്
വോട്ട് ബാങ്കാണ് പോകുന്നത്. അവരുടെ ഈ ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ള ആ ചിന്താഗതി ഈ പാവങ്ങൾക്കുണ്ട്. അത് മാറ്റപ്പെടുമോ എന്നുള്ള ചിന്തയാണ്. കാരണം ഇവർക്ക് ആ അവകാശങ്ങളൊന്നും അറിയാതെ എവരെങ്കിലും എച്ചിലായിട്ട് എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നത് അത് ഔദാര്യമായിട്ടാണ് ഈ പാവങ്ങൾ കരുതുന്നത്. അത് ആ അവകാശം അതിനേക്കാൾ വേറെ എന്തെല്ലാം അവകാശങ്ങൾ ഞങ്ങൾക്ക് ഈ ഭരണഘടനയിൽ ഉണ്ട് എന്ന് അവർക്കറിയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പൗരബോധം കൊടുത്ത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് നയിക്കുന്നവരെ എക്കാലത്തും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിലൂടെ അവരെ പറഞ്ഞു കൊടുക്കുക. അതൊരു മതപരിവർത്തനമല്ല, അവരെ അറിവുള്ളവരാക്കുകയാണ്. അതൊരു മാനസാന്തരമാണ്. അറിവില്ലാതിരിക്കുന്നവരെ നല്ലതാക്കി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെയൊക്കെ അത് സ്റ്റാൻസ്വാമിമാരായിക്കോട്ടെ, ഇവരുടെ ഇതിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, അവരെയൊക്കെ ഈ ഭരണകൂടവും മതമേധാവിത്വവും അല്ലെങ്കിൽ അവരുടെ ചട്ടവുമായി പ്രവർത്തിക്കുന്ന ആ ഒരു കൂട്ടം ആൾക്കാരും ചേർന്നിട്ട് അവരെ നക്സലേറ്റായി മുദ്രകുത്തും, അല്ലെങ്കിൽ മാവോയിസ്റ്റായി മുദ്രകുത്തും, അല്ലെങ്കിൽ ഇല്ലാത്ത കുറ്റം ചുമത്തി അവർ മതവിവർത്തനം ചെയ്തെന്നും പറഞ്ഞ് അവരെ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് നടത്തിയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മനുഷ്യക്കടത്തി എന്നും പറഞ്ഞ് അവരെ കൽത്തുറങ്കിൽ അടയ്ക്കും. കാരണം ഇതൊന്നും കണ്ടുകൊണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊന്നും കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കാരണം പൗലോസ്ലീഹയും ഒരു കാലത്ത് അന്നത്തെ കാലത്തെ മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ചട്ടവുമായി പ്രവർത്തിച്ച ആളാണ്. അതായത് മതത്തിൻ്റെയും ഈ ഭരണകൂടത്തിൻ്റെയും പിൻബലത്തോടെ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അകാരണമായി മർദ്ദിക്കുകയും തടവിലാക്കുകയും ക്രൂശിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെ ഈ മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കൂടെയും അധികാരപത്രത്തെയും കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് നിയമം കയ്യിലെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും ക്രിസ്ത്യാനികളെയും ഒന്നടങ്കം അവരെ നശിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അവരെ അകാരണമായി പീഡിപ്പിച്ചുകൊണ്ട് തടവിലൊക്കെ ആക്കി ക്രൂശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഇതാ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ പൗലോസിനൊരു ദർശനം. പൗലോസിന് ആ ദർശനത്തിൽ ആ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ അവൻ്റെ കണ്ണ് മയങ്ങിയാണ്. അവൻ ഒരു നിമിഷം അന്ധനായി പോവുകയാണ്. അപ്പം അന്ധനായി പോയി താഴെ വീണ് കിടക്കുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, ശൗലേ ശൗലേ, നീ എന്നെ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുകയും ചോദിക്കുമ്പോൾ ഈ പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. അന്നത്തെ ശൗൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ എവിടെയാണ് ദ്രോഹിക്കുന്നത്? ഞാൻ ആ സ്റ്റാൻസ്വാമിമാരെയും ആ കന്യാസ്ത്രീകളെയും ആ മിഷണറിമാരെയും ഒക്കെ ആണല്ലോ ഞാൻ ദ്രോഹിക്കുന്നത്. നിന്നെ ഞാൻ എവിടെയാണ് ദ്രോഹിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവരെ ദ്രോഹിക്കുന്നത് എന്നെ ദ്രോഹിക്കുന്ന തുല്യമാണ്. എൻ്റെ സ്നേഹമാണ് അവർ സമൂഹത്തിൽ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ ആ മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും അനാസ്ഥ കാരണം, അല്ലെങ്കിൽ അവരുടെ ഇരയാക്കപ്പെടുന്ന ഈ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും അല്ലെങ്കിൽ ആദിവാസികളൊക്കെ മുൻനിരയിലേക്ക് എൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് അറിവ് പങ്കെടുത്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇതാ നീ എന്നെയാണ് ദ്രോഹിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവൻ്റെ അഹങ്കാരമെല്ലാം ഒരു ചെതുമ്പൽ പോലെ അവിടെ താഴെ വീഴുകയാണ്. അവൻ്റെ അഹങ്കാരം, അഹമെന്ന ഭാവം, അവൻ്റെ ശക്തി, അവൻ്റെ പൊങ്ങച്ചമെല്ലാം അവിടെ താഴെ വീഴുമ്പോൾ, അവൻ വെറും ശൂന്യനാണെന്ന് അറിയുമ്പോൾ, അവൻ ഒന്നുമില്ല എന്നറിയുമ്പോൾ, ഇതാ അവൻ്റെ അഹങ്കാരമെല്ലാം താഴെ വീഴുമ്പോൾ അവന് ഇതാ ഒരു പുതിയ മനുഷ്യനാവുകയാണ്. ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി കഴിഞ്ഞാൽ അതുവരെ ഭരണകൂടത്തിൻ്റെയും മതത്തിൻ്റെയും ചട്ടവുമായിരുന്നവന് മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കൂടെ പിൻബലത്തിൽ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നവൻ ഇതാ ഇന്ന് ക്രിസ്ത്യാനികൾക്കായി പ്രവർത്തിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആ ഭരണകൂടത്തിൻ്റെയും അതുവരെ തന്നെ സംരക്ഷിച്ച അല്ലെങ്കിൽ അവരുടെ പിൻബലത്തോടെ സമൂഹത്തിൽ ക്രിസ്ത്യാനികളെ ഒക്കെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഈ പൗലോസ്ലീഹ ധൈര്യമായിട്ട് പബ്ലിക്കായിട്ട് നിരത്തിലിറങ്ങി ക്രിസ്തുവിനെ സാക്ഷിക്കുക. ആ ക്രിസ്തുവിനെ സാക്ഷിച്ച് അനേകരിലേക്ക് ഇന്ന് ഈ 2025 വർഷം ആവുമ്പോൾ പിന്നിടുമ്പോൾ ഇന്ന് ലോകം മൊത്തം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിഞ്ഞുവെങ്കിൽ അതിന് പൗലോസിന് മുഖ്യമായൊരു സ്ഥാനമുണ്ട്, പൗലോസ്ലീഹയ്ക്ക്. ആ പൗലോസ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബന്ധനങ്ങൾ കാണുമ്പോൾ കന്യാസ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ ഗ്രഹാസ്റ്റേക്കിനോ അല്ലെങ്കിൽ ഈ സ്റ്റാൻസ്വാമിമാരെയോ ഒക്കെ തുറങ്കിൽ അടയ്ക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുവാൻ പാടില്ല. അത് ദൈവമഹത്വത്തിനും നിങ്ങളുടെ മഹത്വത്തിനുമായിട്ടാണ്. കാരണം ഈ ബന്ധനത്തിനാക്കുന്നതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഇന്ന് എങ്ങനെയാണോ ഞാൻ ക്രിസ്തുവിനെ സാക്ഷിക്കാൻ തുടങ്ങിയത്, ഇന്നലെ വരെ ഞാൻ ക്രിസ്തുവിനെ ഉപദ്രവിച്ച്, ക്രിസ്തുവിൻ്റെ അനുയായികളെ ഉപദ്രവിച്ച്, ക്രിസ്തു ശിഷ്യന്മാരെ ഒക്കെ അന്യായമായി തടവിൽ ആക്കുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങിയെങ്കിൽ ഉള്ളവൻ അങ്ങനെ അധികാരപത്രവും നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ എല്ലാവരെയും ദ്രോഹിച്ച് മുന്നേറിയവൻ ഇതാ ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിൻ്റെ അനുകാരിയായത്, അതുപോലെ തന്നെ ഈ ക്രിസ്തു ഇന്ന് ഈ മിഷണറിമാരെയും ഈ കന്യാസ്ത്രീകളെയും
സ്റ്റാൻസ്വാമിമാരെ ഒക്കെ ദ്രോഹിക്കുന്ന, ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന, ആ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, ആ മതത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിൻബലത്തോടുകൂടി ആ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്ന, അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന അവരൊക്കെ ഉണ്ടല്ലോ, നാളെ അവരും എന്നെപ്പോലെ, പൗലോസ്ലീഹ പറയാണ്, എന്നെപ്പോലെ തന്നെ നാളെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയേണ്ടവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അവരും ഒന്നാകുന്നതാണ്. ക്രിസ്തു നമ്മുടെ യേശു പറഞ്ഞ ഇടയനാണെങ്കിൽ ആ ഇടയന്റെ ആലയിൽ ഇവരെല്ലാം ഒന്നിച്ച് അവനെ കീർത്തിക്കുകയും അവനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്ത ഒരു ദിവസം വരുമെന്ന് പൗലോസ്ലീഹായ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുതെന്ന് പറയുന്നത്. അതൊരു പ്രത്യാശയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫെസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ്ലീഹ പറയുന്നത്, അതുകൊണ്ട് ജാതികളിലും സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. കാരണം അത് ഒരു പ്രത്യാശയാണ്. ഇങ്ങനെ കർത്താവിനെ എൻ്റെ ശിഷ്യന്മാരെയും അല്ലെങ്കിൽ അനുയായികളെയും ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരെയും ഒക്കെയും, അത് കന്യാസ്ത്രീകളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാൻസ്വാമിമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, പാസ്റ്റർമാരായിക്കോട്ടെ, അവരെയൊക്കെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ, സ്വാർത്ഥ താല്പര്യമില്ലാതെ ക്രിസ്തുവിനെ മാത്രം സാക്ഷിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ദളിതരെയും അങ്ങനെ ദളിതരെ ആയാലും ശരി, ന്യൂനപക്ഷങ്ങളെ ആയാലും ശരി, അടിച്ചമർത്തപ്പെട്ടവരെ ആയാലും ശരി, സമൂഹത്തിൽ തള്ളപ്പെട്ടവരെ ആരായാലും ശരി, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു വരുന്നവരെ അവർക്കിങ്ങനെ തടങ്കലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോരെന്ന് പറയുകയാണ്. കാരണം അവരും ഇതുപോലെ പൗലോസിനെ പോലെ ഒരിക്കൽ ക്രിസ്തുവിൻ്റെ അപ്പത്തിൻ്റെ അംശികളായി തീരുമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് ജാതികളും സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൽ കൂട്ടവാസികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ പ്രത്യാശയാണ് നമ്മൾ ഭരിക്കേണ്ടത്. കാരണം ഇതൊക്കെ ഒരു താൽക്കാലികമാണ്. ഇതിനപ്പുറം ക്രിസ്തുവിൻ്റെ ഒരു രാജ്യം, ക്രിസ്തു സ്വപ്നം കണ്ട രാജ്യം, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഇവരെല്ലാം ഇറങ്ങിത്തിരിക്കുകയും, അപ്പം അങ്ങനെ വരുമ്പോൾ ശിഷ്യന്മാരെ പോലെ, പൗലോസിനെ പോലെയൊക്കെ ഇതുപോലെ തടങ്കലും പീഡനങ്ങളും ഒക്കെ ഏൽക്കുമെന്നുള്ളത് പൗലോസ് പറയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സൊക്കെ തടവിലാക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് എവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കോ ആ ഫീൽഡിൽ ഇറങ്ങി ഉൾഗ്രാമങ്ങളിൽ പോയി ആദിവാസി മേഖലയിൽ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോയി ചെന്ന് നമുക്ക് ഒരുപക്ഷെങ്കിൽ ഈ കർത്താവിൻ്റെ സ്നേഹം പങ്കുകൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവരെ, അത് പുരോഹിതന്മാരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, മിഷണറിമാരൊക്കെ അവരൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കാം. അവരുടെ നന്മയ്ക്ക് വേണ്ടി അവർക്ക് ധൈര്യം കൊടുക്കുവാനും യേശുക്രിസ്തുവിൻ്റെ അവരുടെ കൂടെ ഉണ്ടെന്ന ബോധത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ അവരെ ദ്രോഹിക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് ആ പ്രതികാരം നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിച്ചവരോടും, തന്നെ അടിച്ചവരോടും, തന്നെ തുപ്പിയവരോടും, തന്നെ കരണത്തടിച്ചവരോടും ഒക്കെ കർത്താവ് ക്ഷമിച്ചുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. അതുകൊണ്ട് നമുക്കും ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് വരട്ടെ. ഒപ്പം തന്നെ ഈ പീഡ അനുഭവിക്കുന്നവർക്ക്, ഇരകളായവർക്ക് വേണ്ടിയും വേട്ടക്കാർക്ക് വേണ്ടിയും ഒരുപോലെ എല്ലാവരും നല്ല മനസ്സോടെ, ഏക മനസ്സോടെ ക്രിസ്തുവിൽ ഒന്നുചേരുന്ന ഒരു ദിനത്തെ വിദൂരമല്ല എന്ന പ്രത്യാശയോടെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.